പൊന്നട അണിയിക്കൽ സർവ്വസാധാരണയാണ്. പക്ഷേ അതിൽ പൊന്നിൻ്റെ അംശം പോലും കാണാറില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗോൾഡൻ മെഡൽ കൊടുക്കാറുണ്ട്. ആ ഗോൾഡ് പേരല്ലാതെ അതിൽ ഒരു തരി സ്വർണം പോലും കാണാറില്ല. മുതലക്കുളം മൈതാനിയിൽ മുതലയുമില്ല, കുളവുമില്ല എന്ന പോലെ പല വാക്കുകളിലും കഴമ്പില്ല, വെറും വാക്കുകൾ മാത്രം. വാക്ക് വളരെ വളരെ വലുതാണ്, വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തിരിക്കുന്നു എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അവനുമായി അരമണിക്കൂർ സംസാരിച്ച. അവൻ സംസാരിക്കുന്നത് ഓരോരുത്തരുടെയും ന്യൂനതകളും കുറവുകളാണ്. അവൻക്കാരും തികഞ്ഞവരില്ല. അയാൾ ശരിയല്ല, അയാൾ ആ കുഴപ്പം, ഇവനിക്ക് ഈ കുഴപ്പം. ഒരു കാര്യം മനസ്സിലാക്കാം, അവൻ്റെ ചിന്ത, അവൻ്റെ മനസ്സ് വെറും വേസ്റ്റ് ടാങ്കാണ്. നല്ലതൊന്നും ആ ഹൃദയത്തിലില്ല. അവൻ്റെ കൂടെ കൂടാൻ പറ്റില്ല. രണ്ട് തരം ഈച്ചകളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഈച്ച തേനീച്ച. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം, മധുരമൂറുന്നു, വല്ലാത്ത ആവേശം വരുന്നു. മറ്റൊരു തരം ഈച്ചയില്ലേ, വെറുപ്പ്. ആ ഈച്ചയും ഈ ഈച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തേനീച്ച നല്ലതേ തിന്നു, നല്ലയിടങ്ങളിലേ കാണൂ, നല്ലതേ നമുക്ക് നൽകൂ. എന്നാൽ മറ്റൊരു തരം ഈച്ച, ഞാൻ ഫ്രഷായി നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ എവിടെയോ കാലിന് ഒരു പുഴുക്കുത്തുണ്ടെങ്കിൽ അവിടെ മാത്രം അത് കണ്ട് അവിടുത്തെ ആ നീര് വലിച്ചെടുത്ത് അതെല്ലായിടത്തും അതേ തരും. അപ്പോൾ എപ്പോഴും നമ്മുടെ സംസാരങ്ങൾ നല്ലത് മാത്രമായിരിക്കണം. എവിടെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. നമ്മുടെ ശ്രദ്ധ പെടേണ്ടത് പോസിറ്റീവ് സൈഡിലായിരിക്കണം. നമ്മൾ പറയേണ്ടത് പോസിറ്റീവായിരിക്കണം. നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കണം. എന്നാൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം സംശുദ്ധവും പവിത്രവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായി മാറും. അതേ സ്ഥാനത്ത് എവിടെയും നെഗറ്റീവ് നോക്കി അത് പ്രസരണം ചെയ്യുന്ന ദുഷിച്ച ജീവികളെപ്പോലെ, കൊതുകുകളെപ്പോലെ, ഈച്ചകളെപ്പോലെ ആവരുത്.